കലാനിലയം നാടക വേദി എന്ന് പറയുന്നത് മുമ്പൊക്കെയുള്ള ആളുകൾക്ക് സിനിമയിലേക്കുള്ളൊരു ചവിട്ടുപടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പലരും സിനിമയിൽ അഭിനയിക്കുന്നവർ പോലും ഇപ്പോൾ സാറിന് നാടകത്തിൽ ടീമിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പണ്ടത്തെ ആളുകളെയൊക്കെ അങ്ങനെ ഓർക്കുന്നുണ്ടോ? ഈ കലാനിലയത്തിലൂടെ സിനിമയിലേക്ക് വന്നവരെയൊക്കെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ സാറിന് പറയാൻ കാണുമല്ലോ. പെട്ടെന്ന് ഓർത്തെടുക്കുന്നത് ആരെയൊക്കെയാണ്? അല്ല, പണ്ടത്തെ കാലത്ത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു കലാനിലയം. ഒരു പക്ഷേ അന്നത്തെ കാലത്ത് സിനിമയെക്കാളും അഡ്വാൻസ്ഡും ആയിരുന്നു കലാനിലയം നാടകങ്ങൾ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അന്ന് ഇവിടുന്ന് പോയ എത്രയോ പേരാണ് സിനിമയിലേക്ക്. മീന ചേച്ചി, ഒടുവിലുണ്ണി കൃഷ്ണേട്ടൻ, പൂജപ്പൻ രവി എന്ന് പറഞ്ഞാൽ മൈക്ക്, നമ്മൾ ഇന്ന് 6 മണിക്ക് നാടകം എന്ന് പറഞ്ഞാൽ മൈക്ക് അനൗൺസ്മെന്റ് ജീപ്പിൽ അങ്ങനെ വന്ന ആളാണ്. അങ്ങനെ ഇരിക്കും. പക്ഷേ ഇവരൊക്കെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ സമയം കഴിഞ്ഞാൽ കിട്ടുന്ന സമയം മുഴുവൻ നാടകം ഒബ്സർവ് ചെയ്യും. അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് വലിയൊരു കൊമേഡിയനായിരുന്നു, നമ്മുടെ പേര് മറന്നുപോയി, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. ആ സമയത്താണ് പൂജപ്പൻ രവി ഇതിനകത്തേക്ക് കയറിയത്. അപ്പം അങ്ങനെ നമ്മുടെ ഈ രക്തരക്ഷ നാടകത്തിലെ ചീനുപ്പട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തു. ആ ക്യാരക്ടർ കണ്ടിട്ടാണ് അദ്ദേഹത്തിനെ സിനിമയിലേക്ക് ഹരിഹരൻ അമ്മണിയമ്മ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കൊണ്ടുപോയത്. അതിൽ ഒടുവിലുണ്ണി കൃഷ്ണൻ അദ്ദേഹത്തിന് ഇവിടുന്നാണ് പോയത്. അങ്ങനെ മീന ചേച്ചി, പിന്നെ കാഞ്ചന, ഖദീജ, കോട്ടയം ചെല്ലപ്പൻ, കെ പി സണ്ണി, അങ്ങനെ ഒരു പിടി ആൾക്കാർ നമ്മുടെ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. മണവാളൻ ജോസഫ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് പോയതാണ് നമ്മുടെ കോട്ടയം രമേശ്. അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ വന്നതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് പോകാനുള്ളൊരു, പിന്നെ കാരണം നാടകത്തിൽ നിന്ന് പോയിട്ട് അറിയാമല്ലോ, നാടകത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും വലിയൊരു ഗുണം കിട്ടുന്നത്. ഡയലോഗ് പ്രസൻറ്റേഷൻ, ഒരു എന്താ പറയുക, മറ്റേ ഡയലോഗ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ നാടകത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് വളരെ, സിനിമയിലുള്ള ആൾക്കാരെ കണ്ടായിരുന്നു, ജഗതിച്ചേട്ടനായാലും നെടുമുടി സാറായാലും സായി കുമാർ, മുകേഷ്, വിജയരാഘവൻ, അവരുടെയൊക്കെ അഭിനയത്തിൻ്റെ പ്രത്യേകത നാടകത്തിൻ്റെ ഒരു ബേസ് ഉള്ളത് വലിയൊരു ഗുണമാണ്. അത് പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ കലാനിലയത്തിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, എവിടെയും നാടകത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേത് നാടകത്തിലായാലും, കലാനിലയത്തിൻ്റെ എന്നല്ല ഞാൻ പറഞ്ഞു, എല്ലാ നാടകത്തിൽ കുറച്ച് കാലമെങ്കിലും അഭിനയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, സിനിമയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.